മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2025 ജൂലൈ 4 വെള്ളി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസിന്റെ തുറന്നു പറച്ചിലിന്റെയും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരാൾ മരിച്ചതിന്റെയും പശ്ചാത്തലത്തിൽ കേരളത്തിലെ ആരോഗ്യരംഗം നേരിടുന്ന വെല്ലുവിളിയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ചർച്ച ചെയ്യുന്നത്. ഇനിയും പറയണോ ആരോഗ്യ കേരളം സൂപ്പറാണെന്ന്? ഡോക്ടറുടെ പരാമർശം ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് കാരണമായി. ഒരു അതൃപ്തി ഉണ്ടായാൽ തന്നെ അത് കേരളത്തെ വലിയ തോതിൽ താറടിച്ചു കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ശക്തികൾക്ക് ഉപയോഗിക്കാൻ കഴിയും വിധം പുറത്തുവിട്ടാൽ അത് നാം നടത്തുന്ന നല്ല പ്രവർത്തനങ്ങൾക്കെല്ലാം തെറ്റായ ചിത്രീകരണത്തിന് ഇടയാക്കും. കേരളത്തിന്റെ പൊതുജനാരോഗ്യ മേഖലയിൽ അടിയന്തരമായി സംബോധന ചെയ്യപ്പെടേണ്ട നിർണായകമായ ചില പ്രശ്നങ്ങൾ ജനപക്ഷ ആരോഗ്യ പ്രവർത്തകരിൽ ഒരാൾ ചൂണ്ടിക്കാണിക്കുകയും മാധ്യമങ്ങൾ അത് ചർച്ചയാക്കുകയും ചെയ്തതിനെക്കുറിച്ച് കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി പ്രതികരിച്ചത് ഇങ്ങനെയാണ്. മന്ത്രിസഭയിലും പാർട്ടിയിലുമുള്ള അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും നടത്തിയ പ്രതികരണങ്ങളാവട്ടെ എടുത്തെഴുതാൻ പോലും കൊള്ളാത്ത നിലവാരമില്ലാത്ത ദുസ്സൂചനകളായിരുന്നു. വിസിൽ ബ്ലോവിംഗ് നടത്തിയ ഡോക്ടർക്കും മാധ്യമങ്ങൾക്കും നേരെ നേതാക്കളുടെ പ്രസ്താവനകളുടെ ചുവട് പിടിച്ച് അധിക്ഷേപങ്ങൾ അഴിച്ചുവിട്ട പാർട്ടിയുടെ സൈബർ ചാവേറുകൾ കേരളത്തിന്റെ ആരോഗ്യരംഗം കൈവരിച്ച പുരോഗതിയെക്കുറിച്ച് അവകാശവാദങ്ങൾ കെട്ടിപ്പൊക്കുന്നതിനിടയിലാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഒരു കെട്ടിടം ഇടിഞ്ഞു വീണിരിക്കുന്നത്. തകർന്നു വീണ കെട്ടിടത്തിനുള്ളിൽപ്പെട്ട് തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദുവിന് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നു. ട്രോമ കെയറിൽ ചികിത്സയിലുള്ള മകൾക്ക് കൂട്ടിരിക്കാൻ വന്നപ്പോഴാണ് ഈ ദുരന്തം. ശസ്ത്രക്രിയ കഴിഞ്ഞ മുത്തശ്ശിയുടെ ബൈസ്റ്റാൻഡറായിരുന്ന 11 വയസ്സുകാരിക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഉപയോഗശൂന്യമായ അടച്ചിട്ടിരിക്കുന്ന പഴയ കെട്ടിടമാണ് തകർന്നു വീണതെന്നാണ് സംഭവത്തിന് പിന്നാലെ സ്ഥലത്തെത്തിയ അന്നാട്ടിലെ ജനപ്രതിനിധി കൂടിയായ മന്ത്രി വാസവനും ആരോഗ്യമന്ത്രി വീണ ജോർജും അറിയിച്ചിരുന്നത്. മന്ത്രി പരിവാരങ്ങളുടെ സന്ദർശന ശേഷം വൈകി നടന്ന തെരച്ചിലാണ് ഉപയോഗിക്കാതെ അടച്ചിട്ടിരിക്കുന്ന മന്ത്രി പറഞ്ഞ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കുള്ളിൽ നിന്ന് ബിന്ദുവിന്റെ ഉയിരറ്റ ദേഹം കണ്ടെത്തിയത്. ആ 3 നില കെട്ടിടത്തിൽ വാർഡുണ്ടായിരുന്നു, ശുചിമുറികൾ ഉണ്ടായിരുന്നു, നൂറുകണക്കിന് രോഗികളും ഉണ്ടായിരുന്നു. വൻ ദുരന്തം ഒഴിവായത് ദൈവാധീനം കൊണ്ട് മാത്രം. കൃത്യം 2 മാസം മുമ്പാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ തീപിടുത്തമുണ്ടായത്. നാളിതുവരെയും അത്യാഹിത വിഭാഗം പ്രവർത്തനം പുനരാരംഭിക്കാനായിട്ടില്ല. അടിക്കടി തീപിടുത്തമുണ്ടാവുന്നതിന്റെ കാരണവും കണ്ടെത്തിയിട്ടില്ല. പുതുതായി ഉയരുന്ന സർക്കാർ ആശുപത്രി കെട്ടിടങ്ങളുടെ ഗാംഭീര്യം വർണ്ണിച്ചുകൊണ്ടുള്ള റീലുകളും സമൂഹ മാധ്യമ പോസ്റ്ററുകളും മന്ത്രിമാരും MLA മാരും എമ്പാടും പങ്കുവെക്കുന്നത് കാണാനുണ്ട്. പക്ഷേ ചോർന്നൊലിക്കുന്ന ഏത് സമയവും ഇടിഞ്ഞു വീഴാൻ നിൽക്കുന്ന മെഡിക്കൽ കോളേജ് കെട്ടിടങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ പൈപ്പുകളും പഴകിയ വയറിങ്ങുകളും നിറഞ്ഞ് പുറത്തേക്ക് ഒഴുകുന്ന മാലിന്യ ടാങ്കുകളും അതിനരികിൽ ചികിത്സ തേടി കാത്തു നിൽക്കുന്ന നൂറുകണക്കിന് രോഗികളും ഇവരുടെ കണ്ണിൽ പെടാത്തത് എന്തുകൊണ്ടാണ്? ഡോക്ടർമാരും മരുന്നും ഉപകരണങ്ങളും ഇല്ലാത്തത് മാത്രമല്ല, നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ചികിത്സ തേടിയെത്തുന്ന മനുഷ്യരുടെ ജീവന് ഭരണകൂടം തെല്ലും വില കൽപ്പിക്കുന്നില്ല എന്നതാണ് കേരളത്തിന്റെ ആരോഗ്യരംഗം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. പൊതുജനാരോഗ്യ മേഖലയിലെ നിർണായക സാന്നിധ്യമായ ആശാ തൊഴിലാളികളുടെ ന്യായമായ ആവശ്യത്തിനു നേരെ ഗോഷ്ഠി കാണിക്കുന്നതിലും നിഴലിക്കുന്നത് അതേ നിസ്സാരതയാണ്. പ്രൊഫഷണൽ സൂയിസൈഡ് എന്ന് അദ്ദേഹം തന്നെ വിശേഷിപ്പിച്ച തുറന്നു പറച്ചിൽ നടത്താൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് തയ്യാറായതിന്റെ ഫലമായി ദിവസങ്ങൾക്കകം ആവശ്യാനുസരണമുള്ള ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. സമാന സാഹചര്യം ഇനിയുമുണ്ടായാൽ ഇതുപോലൊരു റിസ്ക് എടുക്കാൻ സഹജീവികളോടുള്ള അനുതാപത്തിന്റെ പേരിൽ ചീത്തവിളി കേൾക്കാൻ അദ്ദേഹമോ മറ്റേതെങ്കിലും സർക്കാർ ഡോക്ടർമാരോ തയ്യാറായേക്കുമോ? ഒരു ഉറപ്പുമില്ല. ഡോക്ടർമാർ തുറന്നു പറയുകയും മാധ്യമങ്ങൾ വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ മാത്രം കാര്യക്ഷമമാകേണ്ട ഒന്നല്ല ഒരു ക്ഷേമരാഷ്ട്രത്തിന്റെ ആരോഗ്യ മേഖല. ആരോഗ്യപൂർണമായ ജീവിതം ഓരോ മനുഷ്യരുടെയും മൗലികാവകാശമാണ്. മന്ത്രിമാർക്കും നേതാക്കൾക്കും ധനാഢ്യർക്കും അസുഖം വന്നാൽ അമേരിക്കയിലോ യൂറോപ്പിലോ പോയി ചികിത്സ തേടാം. അതുമല്ലെങ്കിൽ അവർക്കായി നാടൊട്ടക്ക് സ്വകാര്യ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ ഉയർന്ന് നിൽപ്പുണ്ട്. എന്നാൽ സാധാരണയിൽ സാധാരണക്കാരും ജീവിത പ്രാരാബ്ധക്കാരുമായ ജനങ്ങളുടെ അവസ്ഥ അതല്ല. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളും താലൂക്ക് ആശുപത്രികളും മുതൽ മെഡിക്കൽ കോളേജുകൾ വരെയുള്ള പൊതുജനാരോഗ്യ പരിരക്ഷാ സംവിധാനങ്ങളാണ് അവരുടെ അത്താണി. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയാക്കി ഒരു കാലത്ത് കേരളത്തെ നിലനിർത്തിയ
ആശുപത്രികളെ സമീപിച്ച് ജീവൻ സംരക്ഷിച്ച് ജീവിതം തളർപ്പിക്കാമെന്ന പ്രതീക്ഷയുമായാണ് അവർ ആ പടികൾ കയറി വരുന്നത്. രോഗങ്ങളോട് പൊരുതി ജീവൻ വേർപെട്ടു പോകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ അനാസ്ഥയും അവജ്ഞയും മൂലമുള്ള മരണങ്ങളെ ഒരർത്ഥത്തിൽ കൊലപാതകങ്ങളെ ആ ഗണത്തിൽ കാണാനാവില്ല. അപേക്ഷയാണ് നമ്മുടെ ആശുപത്രികളെ പാവങ്ങളുടെ മരണ വാർഡുകളാക്കി മാറ്റരുത്. മാധ്യമം പോഡ്കാസ്റ്റ്.